മഹാരാഷ്ട്രയിൽ അമരാവതിയിൽ 150 പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ഒരു സൈക്കിക്കിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. അയാളുടെ കൈവശം 350-ലേറെ അശ്ലീല വീഡിയോകളുമുണ്ട്. അയാൾ പീഡിപ്പിച്ച പെൺകുട്ടികളുടെ എല്ലാം ചിത്രമെടുത്തിരിക്കുന്നു. നമുക്ക് ഈ രീതിയിലുള്ള ഒരു സൈക്കിക് കേസ് അമേരിക്കയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ജെഫ്രി എപ്സ്റ്റൈൻ്റെ കഥകൾ കുട്ടികളെ പീഡിപ്പിക്കുന്നതും വലിയ ആൾക്കാരെ പീഡിപ്പിക്കുന്നതും പ്രായമുള്ളവരെ പീഡിപ്പിക്കുന്നതും ആ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മുഴുവൻ അയാൾ ഷൂട്ട് ചെയ്യുമായിരുന്നു. അതേ രീതിയിലുള്ളൊരു കഥാപാത്രമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ അമരാവതിയിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ വാട്സാപ്പിൽ കൂടെയും അതുപോലെ സ്നാപ്ചാറ്റിൽ കൂടെയും പെൺകുട്ടികളെ വലയിലാക്കും, അവരുമായിട്ട് ചാറ്റ് ചെയ്യും. ഒരു പരിചയമില്ലാത്ത കുട്ടിക്ക് ഇയാളെ കണ്ട് അവരാകർഷകരാകും, അവരുമായിട്ട് പ്രണയത്തിലെത്തും. അതിനുശേഷം ഈ രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് അയാൾ നീങ്ങും. അത് മുഴുവൻ അയാൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇതുവരെ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പോലീസിന് മനസ്സിലായത് 180ഓളം പെൺകുട്ടികളെ ലൈംഗികമായി ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡിങ് മുഴുവൻ ഇയാളുടെ കൈവശമുണ്ട്. ഇങ്ങനെ പീഡിപ്പിച്ച പെൺകുട്ടികളെ ഇയാളെ ഭീഷണിപ്പെടുത്തും, അവരിൽ നിന്ന് പൈസ വാങ്ങിക്കും. പ്രണയത്തിലാണ് തുടക്കമെങ്കിലും അവരെല്ലാം ഇയാളുടെ വലയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ മാർഗമില്ല. ഈ പെൺകുട്ടികളെ മറ്റു പലർക്കും അയാൾ വിറ്റിട്ടുണ്ട്. കാരണം ഈ ഭീഷണിയുടെ പുറത്ത് അവരെ വിളിച്ച് വീണ്ടും പലർക്കും അയാൾക്ക് കാഴ്ചവെച്ച് പണം വാങ്ങിക്കുന്ന സ്വഭാവം ഇയാൾക്കുണ്ടെന്നാണ് വരുന്ന വാർത്തകൾ. പല പെൺകുട്ടികളും ഇത് വെളിയിൽ പറയാൻ അവർക്ക് ബുദ്ധിമുട്ടായി. കാരണം എങ്കിലും അവിടുത്തെ ഒരു രാജ്യസഭാ മെമ്പർ എങ്ങനെയോ ഈ വിവരം മനസ്സിലാക്കി പോലീസിൽ പരാതിപ്പെട്ടു. അങ്ങനെയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും. പറത്വാഡ സ്വദേശിയായ മുഹമ്മദ് അയാസ് എന്ന ആളാണ്. ഇയാളെ തൻവീർ എന്നും വിളിക്കും. ഇവനാണ് ഈ സൈക്കിക്കാരൻ. ഈ വീഡിയോ ഉപയോഗിച്ച് പെൺകുട്ടികളെ ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. കാരണം ആരെങ്കിലും ഇയാളെ ഏതെങ്കിലും രീതിയിൽ ഈ ദൃശ്യങ്ങളൊന്നും റിമൂവ് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ അത് കൈക്കലാക്കാനോ ശ്രമിച്ചാൽ ഇയാളെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ പല ആൾക്കാരെയും ഭീഷണിപ്പെടുത്തി വേറെ ചിലർക്ക് കൊണ്ടേ കാഴ്ചവെക്കുകയും ചെയ്തെന്ന് അതിൽ നിന്ന് പണം ഉണ്ടാക്കിയതായിട്ടൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു സംഭവം മഹാരാഷ്ട്രയെ പൊതുവെ ഞെട്ടിച്ചു കളഞ്ഞു. ജെഫ്രി എപ്സ്റ്റൈൻ്റെ കേസുകളെ പോലെ തന്നെയാണ് ഇയാൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പം മനസ്സിലായത്. അത് കണ്ടിട്ടാണോ ഇയാൾ തുടങ്ങിയെന്നറിയില്ല. എന്നാലും ഈ ചെറുപ്പക്കാരന് 30-32 വയസ്സേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾ ആരെ കണ്ടാലും സംസാരിച്ച് വാട്സാപ്പിൽ കൂടെയോ അല്ലെങ്കിൽ സ്നാപ്ചാറ്റിൽ കൂടെയോ സംസാരിച്ച് വീഴ്ത്തി അവരെ ഈ രീതിയിലുള്ള ക്രീഡകൾക്ക് അയാൾ ഉപയോഗിക്കുന്നതും അത് ഷൂട്ട് ചെയ്യുന്നതുമായിട്ടാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്.